ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിന്ന് ട്രൈസെപ്സ്, പിന്നെ അതേപോലെ ചെസ്റ്റ്, റിയർ ഡെൽറ്റിന് ഒരു വർക്കൗട്ടുമാണ് കേട്ടോ ചെയ്തത്. അത്യാവശ്യം നല്ല ആളും തിരക്കും ഇപ്പോൾ ജിമ്മിലുണ്ട്. ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് കുട്ടികളും കാര്യങ്ങളും ഒക്കെ വരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഇത്തിരി പാടാണ്. എന്നിരുന്നാൽ പോലും നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഡോക്ടർ അരവിന്ദ് എന്ന് നമ്മുടെ പെടലി വെട്ടിച്ച് സൗണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. സത്യത്തിൽ നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറക്റ്റായിട്ട് ചെയ്യാൻ അറിയാവുന്നവർ ചെയ്താൽ നല്ലതാണ് കേട്ടോ. അവൻ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ ബെന്നിക്കും പിന്നെ എല്ലാം ചെയ്തു തന്നു. അത് കഴിഞ്ഞിട്ട് നേരെ പങ്കീസിൽ വന്നു. പങ്കീസിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. സുചന്ദ്രൻ ഞങ്ങളുടെ വണ്ടി ഇരിക്കുന്ന കണ്ടോട്ട് അവിടെ വന്ന് കയറിയേ. സുഞ്ഞേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ പ്രോട്ടീൻ പൗഡറൊക്കെ തീർന്നു. പിന്നെ എല്ലാം കൂടെ കൊട്ടിയിട്ട് ജസ്റ്റ് ഒരു പ്രോട്ടീൻ ഷേക്കൊക്കെ കുടിച്ചു. എന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചു കേട്ടോ. അപ്പോഴത്തേക്കിനും മാളുവിന് PSCക്ക് പോകാൻ ടൈമായി. ടൈം ആകുമ്പോഴാണല്ലോ അവൾ പിന്നെ ഫുഡും കാര്യങ്ങളും കഴിക്കുന്നത്. ഞാൻ പിന്നെ നേരെ അവളെ കൊണ്ടുവിട്ടിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് ഒരു ബ്രാഞ്ചിൽ നിന്ന് കുറച്ച് ജിം വിയേഴ്സ് വന്നിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഇട്ട് നോക്കി. സംഭവം അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യാം അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ബാങ്കിൽ പോയി ഒരു 3.5-4 മണിക്കൂറോളം ബാങ്കിൽ കട്ട പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ 3 മണി കഴിഞ്ഞ് എത്തിയപാടെ തന്നെ ഓംലെറ്റൊക്കെ ഉണ്ടാക്കി നമ്മൾ ചോറൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാങ്ങ പൂളിയതൊക്കെ ഇരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ആളും കൂടെ നേരെ കായംകുളത്തിന് പോയി കേട്ടോ. കായംകുളത്ത് ഒരു തട്ടുകടയിലെ വീഡിയോ ആയിരുന്നു അന്ന് എടുക്കേണ്ടത്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ദോശയും ബീഫിൻ്റെയും വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നേ. മഞ്ചേട്ടൻ ചെന്നൈയിലൊക്കെ പോയേക്കായിരുന്നു. തിരിച്ച് വന്നപ്പോൾ ആ ഒരു ലൈറ്റ് കത്തുന്ന സ്പീക്കറൊക്കെ കൊണ്ടുവന്നു. ഞങ്ങൾ അതിൻ്റെ വർക്കിങ്ങും പരിപാടിയൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് സമയം അവിടെ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോഴത്തേക്കും സാഞ്ചിയുടെ പരിപാടി ഉണ്ടോ. അച്ചാച്ചനെ ഭയങ്കര പേടിയാണ് അവൾക്ക്. അപ്പോൾ അച്ചാച്ചൻ വയ്യാത്തത് കാരണം അച്ചാച്ചൻ്റെ അടുക്കേ വന്ന് അവൾ നിൽക്കുകയാണ് കേട്ടോ. അവൾക്ക് വരെ അറിയാം വയ്യാതായി കഴിഞ്ഞാൽ ആറടിക്കൽ എന്ത് പരിപാടി നടക്കുമെന്ന്. നമ്മൾ ഫിഷ് ഓയിലൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചെയ്ത് ബൈ ബൈ.